50 കേന്ദ്രങ്ങൾ ലോകത്താണ്. 50 കേന്ദ്രങ്ങൾ കണ്ടിരിക്കേണ്ട കൂട്ടത്തിൽ കേരള സംസ്ഥാനത്തെ മാപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ആ മാപ്പിൽ ഉൾപ്പെടുത്തിയ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് നെയ്യാർ ഡാം. ഇത്രമാത്രം പരിരമണീയമായിട്ടുള്ള ഒരു സ്ഥലം പൊന്മുടി പറയുമായിരിക്കും. പക്ഷേ പൊന്മുടിയേക്കാൾ മെച്ചപ്പെട്ട സൈറ്റ് സീയിങ്, അതുപോലെ മനോഹരമായ കുന്നുകൾ കൊണ്ട് നിറഞ്ഞ, വെള്ളം കൊണ്ട് നിറഞ്ഞ, മാത്രമല്ല ബോട്ട് സർവീസിന് ഒരു ബാണാസുര പോലെ തന്നെ ദീർഘദൂരം ബോട്ട് സർവീസ് നടത്താൻ കഴിയുന്ന ഒരു പ്രദേശമായി നമുക്ക് വികസിപ്പിക്കാനാവും. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഗവൺമെന്റ്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. നമുക്ക് ഈ ഓണത്തെ ഒരു വലിയ സാംസ്കാരിക പരിപാടിയാക്കി മാറ്റിയെടുക്കണം. എല്ലാ ബഹുജനങ്ങളെയും യോജിപ്പിച്ച് പുറത്തിറക്കാൻ കഴിയണം. കേരളത്തിലെ ഗവൺമെന്റും ഇക്കാര്യത്തിൽ നന്നായി ഓണം ആഘോഷിക്കാൻ, ആഹ്ലാദപൂർവ്വം ഇത് ആഘോഷിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ, ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളും ഉണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെ എല്ലാ ടൂറിസത്തെയും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെയും പ്രൊമോട്ട് ചെയ്യാനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് ആവശ്യമായ പണം തരുന്നുണ്ട്. ടൂറിസം DTPC ഏകദേശം 3.5 ലക്ഷം രൂപയുടെ വിവിധ പദ്ധതികളാണ്, പരിപാടികളാണ് നെയ്യാർ ഡാമിൽ നൽകിയിട്ടുള്ളത്. ഏകദേശം 18 ലക്ഷം രൂപയുടെ ഇലുമിനേഷനാണ് ഇവിടെ നടത്താൻ പോകുന്നത്. ഇന്ന് നടത്തി തീർന്നിട്ടില്ല, നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ സമന്വയിപ്പിച്ചുകൊണ്ട് അത്തരം പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്. നിങ്ങളെ സഹായം ഉണ്ടാവണം. 8-ാം തീയതി സമാപിക്കുന്നത് വരെ നിങ്ങളുടെ കണ്ണും കാതും ഇവിടെ ഉണ്ടാവണമെന്ന കാര്യം നിങ്ങളെ വീണ്ടും ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഓണം ആഘോഷം, ഈ വർഷത്തെ ഓണം ആഘോഷം, അതിന്റെ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനമായി അറിയിച്ചുകൊണ്ട് ഞാൻ മക്കൾ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.